ഹലോ, ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇതാ നേരമൊക്കെ വെളുത്തിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ സമയം 7:30 ആവാനായി. രാവിലത്തെ കാഴ്ചകൾ കണ്ട് നിൽക്കാൻ നല്ല രസമാണ്. സ്കൂളിലപ്പോൾ കുട്ടികളൊക്കെ വരുന്നുള്ളൂ കേട്ടോ. 7:30 ആകുമ്പത്തേനും എൻ്റെ പണിയൊക്കെ കഴിഞ്ഞു കേട്ടോ. നാഷ്ടപ്പണിയൊക്കെ കഴിഞ്ഞു. വീട്ടിലാണല്ലോ എപ്പോഴും റോസാപ്പൂകൾ പൂത്ത് നിൽക്കുന്നുണ്ടോ? കണ്ട എൻ്റെ അവിടുത്തെ ചെടികൾ പോലെ റോസാപ്പൂ ഉണ്ടോ? നന്നായിട്ടുണ്ടായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പിന്നെ ഒരു കാര്യമുണ്ട്. ഇതെന്താ സംഭവം എന്താ പറയുക? അപ്പോൾ എനിക്ക് എൻ്റെ അമ്മായിമ്മ തന്നതാട്ടോ ഫ്രിഡ്ജ്. ഇന്നലെ രാത്രിയാണ് കൊണ്ടുവന്നത്, രാത്രി. അപ്പോൾ അമ്മായിമ്മേൻ്റെ പഴയ ഫ്രിഡ്ജാട്ടോ. അപ്പോൾ വേണ്ടാവിട്ട് തന്നിക്കാണ്. അപ്പോൾ എന്തായാലും അധികം പഴക്കമൊന്നുമില്ല കേട്ടോ. അപ്പോൾ നമ്മൾ ഫ്രണ്ട് തുറന്നതും ഇവിടെ വെച്ചിരിക്കുന്നത്. അപ്പോൾ എന്തായാലും ഇത് പൂട്ടിയിരിക്കുക കേട്ടോ. തുറന്നിട്ട് ഇനി ഇതൊക്കെ ക്ലീൻ ചെയ്യാനുണ്ട്. ക്ലീൻ ചെയ്തിട്ട് വേണം സാധനങ്ങളൊക്കെ വെക്കാൻ. കുഴപ്പമില്ല, നല്ല ഫ്രിഡ്ജാണ് കേട്ടോ. അത്ര പഴക്കമൊന്നുമില്ല, അധികം ചെറുതായിട്ട് ഇവിടെയൊക്കെ ഇത്തിരി ഇങ്ങനെ പോയിട്ടുണ്ട് എന്നേ. അതിൻ്റെ ഒരു കാലും ഇത്തിരി കംപ്ലൈൻറ്റ് ഉണ്ട് തോന്നും കേട്ടോ. കുഴപ്പമില്ല, നല്ല ഫ്രിഡ്ജാണ്. രാവിലെ എണീച്ച സമയം 7:30 8 മണി ആവാനായിട്ട്. അപ്പോൾ റിയാസ്ക്ക് നേരത്തെ എണീച്ച് എൻ്റെ പണിയൊക്കെ കഴിഞ്ഞു കേട്ടോ. അടിക്കൽ, തുടക്കൽ, കിച്ചണൊക്കെ അടിപൊളിയായി നീറ്റാക്കിയിട്ടുണ്ട്. പാത്രമൊക്കെ കഴുകിയിട്ട് പിന്നെ രാവിലെ ഒക്കെ ഉണ്ടാക്കിയിട്ടോ. നേരത്തെ റിയാസ്ക്കൊക്കെ കൊടുക്കണമല്ലോ. ചട്നി ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ ഇഡ്ഡലി ഉണ്ടാക്കി റിയാസ്ക്ക് കഴിച്ചതിൻ്റെ ബാക്കിയായിട്ടത് ഞങ്ങൾ ഇതിലുണ്ട്. പിന്നെ ഇഡ്ഡലിക്ക് ഗാന്ധി ആട്ടോ ഉണ്ടാക്കി. ഞാൻ ഗാന്ധി കുറച്ചുണ്ടാക്കി, ചട്നി ഉണ്ടാക്കി. ഇഡ്ഡലിക്ക് ഇത് രണ്ടുമാണല്ലോ ടേസ്റ്റ്. അപ്പം ഇത് ഞാനിനി കുളിച്ചിട്ടില്ല കേട്ടോ. ഒക്കെ റിയാസ്ക്കൊക്കെ പോകുമ്പോഴത്തേനും റെഡിയാക്കണമല്ലോ പറഞ്ഞിട്ട്. ഇനി ചായ വെക്കണം. ചായ വെച്ചിട്ട് വേണം, കുളിച്ചിട്ട് വന്നിട്ട് വേണം എനിക്ക് ചായ കുടിക്കാൻ. പാലുണ്ട് അവിടെ. അപ്പോൾ ഞാൻ കുറച്ച് പാലെടുത്ത് നമ്മുടെ അണ്ണാൻകുട്ടിക്ക് കൊടുത്തു. ഇവിടുന്ന് നല്ല വെയിലിങ്ങനെ അടിക്കും കേട്ടോ. വെയിലുണ്ടെങ്കിൽ എനിക്ക് ഇത്ര ഒരാഗ്രഹമായിരുന്നു കേട്ടോ, ഫ്രിഡ്ജ് വേണമെന്ന്. അപ്പോൾ അതുപോലെ എനിക്കൊരു ഫ്രിഡ്ജ് കിട്ടി. എന്താ പറയുക, റിയാസ്ഖാൻ്റെ ഉമ്മ കൊടുത്തു വിട്ടാ കേട്ടോ. ഉമ്മക്ക് സാധനങ്ങളൊന്നും വെക്കണില്ലല്ലോ. അപ്പോൾ ഇവിടെ വെച്ചാൽ കുട്ടികൾക്കെങ്കിലും ഉപകാരപ്പെടുമല്ലോ എന്തെങ്കിലുമൊക്കെ. വേർപൂൾ കമ്പനിയാണ്. ഉള്ളിൽ ഞാൻ തുറക്കാം കേട്ടോ. അത് പൂട്ടിയിരിക്കും. ചാവി എവിടെയെന്ന് അറിയില്ല. അതിൻ്റെ ചാവി ഇതാട്ടോ. എനിക്ക് ഇൻസുലിൻ വെക്കാനാണ് പണ്ട് ഫ്രിഡ്ജ് ഉണ്ടായിരുന്നത്. അപ്പോൾ ഇതാട്ടോ, അതിൻ്റെ ഉള്ളിൽ ക്ലീൻ ചെയ്യണം കേട്ടോ. അത് കുറേ ഇവിടെയൊക്കെ ഇത്തിരി കംപ്ലൈൻ്റ് ഉണ്ട് തോന്നുന്നു. ഉണ്ടാവും. ഇനി ഇത് നല്ല മൊത്തം സോപ്പിട്ട് കഴുകി പളിച്ച് നാക്കണം കേട്ടോ. അതൊക്കെ റിൻഷിമോളുടെ ഡ്യൂട്ടിയാണ്. എന്തായാലും ആൾ വെറുതെ ഇരിക്കല്ലേ. അപ്പോൾ കുട്ടികൾ വെറുതെ തുറന്ന് കളിക്കില്ലെങ്കിൽ അപ്പോൾ അവിടെ ഇരിക്കട്ടെ ചായ. പിന്നെ നമ്മുടെ റിൻഷിക്കുട്ടി വരച്ചൊരു ഫോട്ടോ കേട്ടോ. അത് എങ്ങനെയുണ്ടെന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. വെറുതെ ഇന്നലെ വരച്ചതാണ്. സ്കൂളിൽ കുട്ടികൾ വന്ന് തുടങ്ങിയിട്ടില്ല കേട്ടോ. വരുന്നുള്ളൂ. 7 പേരുണ്ട് ഇവിടെ. തുടക്കലൊക്കെ കഴിഞ്ഞു കേട്ടോ. ഇന്നലെ കഴുകിയിട്ടാണ് തിരുമ്പിയത്. ഇപ്പം ഒന്ന് ഉണങ്ങാനുണ്ട് തുണികളൊക്കെ. ഒന്ന് ഉണങ്ങാൻ ഞാൻ അടുത്ത ട്രിപ്പ് തിരുപ്പാൻ പോകുന്നുള്ളൂ. ചുരുട്ടിയിട്ട് നോക്കാം. റിയാസ്ഖാൻ പണിയായിരിക്കും. പിന്നെ നമ്മുടെ മുത്തുമണി എന്താ കാട്ടുന്നത് നോക്കട്ടെ. ഞാൻ പാലൊക്കെ കൊടുത്താട്ടോ. അപ്പോൾ പാലൊക്കെ കൊടുത്തതിനെ കിടത്തിയാണ്. എവിടെടി കിങ്ങിടി? ഉറങ്ങാണ്. ഉറങ്ങുക കേട്ടോ. പിന്നെ കാണിച്ചു തരാം. അവൾ പാലൊക്കെ കുടിച്ചിട്ട് ഉറങ്ങുക. മുത്തുമണി ഉറങ്ങുക കേട്ടോ. എണിച്ചിട്ടില്ല. കുട്ടി അവളുടെ അത്താൻ്റെ കൂടെ എണിച്ച് ഫുഡൊക്കെ അടിച്ചിട്ട് കിടക്കുക കേട്ടോ. കള്ളത്തി ഒളിഞ്ഞു നോക്കണം. കള്ളത്തി 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 വീട്ടിലേക്ക് കഴിച്ചിട്ട് കിടന്ന് ഉറങ്ങുക കേട്ടോ കള്ളത്തി. സ്കൂളിൽ പോകണ്ട കള്ളത്തി. അവൾക്ക് പിന്നെ 9:45 ഇവർക്കൊക്കെ പോയാൽ മതി കേട്ടോ. കള്ളത്തി സ്കൂളിൽ പോകണ്ടേ? വീട്ടിലേക്ക് കഴിച്ച് വന്നിങ്ങനെ കിടക്കല്ലടി കള്ളി. അവൾ കഴിച്ച് സുഖമായി കിടക്കുക കേട്ടോ. ഞാൻ 9:30 എണിച്ചാൽ മതിയല്ലോ. അവൾക്ക് കുളിയൊക്കെ കഴിഞ്ഞ് വന്നു കേട്ടോ. ഇനി ചായ വെക്കട്ടെ. ചായ വെച്ചിട്ട് കഴിക്കുമ്പോൾ കാണാം. ഇനി ഇത് തല തുടക്കട്ടെ കേട്ടോ. ഞാൻ പറഞ്ഞില്ല, ഇവിടുന്ന് നല്ല വെയിലടിക്കുന്നു. വെയിലടിക്കുകയാണെങ്കിൽ അടിപൊളിയായിട്ട് ഇവിടുന്ന് വെയിലടിക്കും കേട്ടോ. നല്ല വെയിലാണ് ഇവിടുന്ന്. കളിച്ചെന്നുള്ള വെയിലാട്ടോ. ഇനി ഗുളിക കഴിച്ചു നേരത്തെ. തൈറോയിഡിൻ്റെ ഗുളിക നേരത്തെ കഴിക്കണം കേട്ടോ, പുറം വയറ്റിൽ. അപ്പോൾ ഇനി ചായ വെച്ചിട്ട്
ചായ വെച്ചിട്ട് നാഷ്ടയും കഴിക്കുക. അപ്പോൾ ഒരു നേരത്തിനും കാലത്തിനും കഴിച്ചില്ലെങ്കിലും ബുദ്ധിമുട്ടല്ലേ. അപ്പോൾ ഒരു 8:12 ആകുമ്പോഴത്തേക്കും നമ്മുടെ പണിയൊക്കെ കഴിയൂട്ടോ, രാവിലത്തെ പണിയൊക്കെ. ചായ കുടിക്കുക, കുട്ടികളെ റെഡിയാക്കുക, അത്രേ ഉള്ളൂ കേട്ടോ. കുട്ടികളെ റെഡിയാക്കി അവർക്ക് എന്തെങ്കിലും കൊടുക്കണം. അവർക്ക് നാഷ്ടയൊക്കെ കൊടുത്ത് ഇത് നല്ലോണം തിളക്കട്ടെ വന്നിട്ട് കേട്ടോ. തിളച്ച് വരുമ്പോൾ കളർ വരും. കുട്ടികളെ കുത്തിപ്പക്കണി നല്ല പണിയാണ്. അപ്പോൾ രാത്രി കിടക്കുമ്പോൾ കഴുകണ കാരണേ അപ്പോൾ എനിക്ക് സ്കൂളിൽ പോകുമ്പോൾ വിളിച്ച് ഉണർത്താൻ പാടാം. ഇപ്പോൾ സമയം 8:21 കേട്ടോ. അപ്പം ഇനി കഴിച്ചിട്ട് ബാക്കിക്കാതെ ഞാൻ 2 ഇഡ്ഡലി എടുക്കുന്നുണ്ട് കേട്ടോ. നമ്മുടെ ചായ കുടിക്കട്ടോ. കൈ ചൂട് കേട്ടോ. ഇതിലാകുമ്പോൾ സ്റ്റീൽ ഗ്ലാസ്സിൽ ചൂടറിയില്ല, ഇതിലാകുമ്പോൾ ചൂടറിയില്ല, നമുക്ക് ഇങ്ങനെ പിടിക്കാമല്ലോ. അപ്പോൾ ചായ കുടിക്കട്ടെ. നമ്മുടെ തനി നാടൻ ഞാൻ മിക്സിയിലാട്ടി അരച്ച ഇഡ്ഡലി, ദോശ, ചമ്മന്തി കേട്ടോ. നമ്മുടെ പാലക്കാട് എന്ത് ഇതാണെങ്കിലും ഇഡ്ഡലിയും ദോശയും നല്ല അടിപൊളിയാട്ടോ കഴിക്കാൻ. എൻ്റെ ചെറിയ കുഞ്ഞ് ഇഡ്ഡലി ചട്ടിയിൽ ചുട്ട ഇഡ്ഡലിയാണ്. കാണാൻ രസമുണ്ടോയെന്നൊന്നും എനിക്കറിയില്ല. കാണാൻ രസമില്ലെങ്കിലും കഴിക്കാൻ നല്ല ടേസ്റ്റാട്ടോ. നല്ല ചട്നിയിൽ മുക്കി ചമ്മന്തിയൊക്കെ ഒന്നും കൂടി അരയാണ്ട് ഞാൻ കുറച്ച് അരച്ചുള്ളൂ, എനിക്ക് അത്ര ഇഷ്ടം. അപ്പോൾ തട്ടാൻ അടിപൊളിയാണ്. ഫോണിന് കുറച്ച് ക്ലിയർ കുറവുണ്ട് കേട്ടോ. ക്ലിയർ ഇല്ലാത്തത് കൊണ്ടാണെന്ന് തോന്നുന്നു റീച്ച് കുറവ്. നല്ല ഫോണൊക്കെ മേടിക്കണം ഇൻഷാ അല്ലാഹ്. യൂട്യൂബിന് പൈസ കിട്ടിയിട്ട് നമുക്ക് ഫോണൊന്നും മേടിക്കാൻ പറ്റില്ല, നമ്മൾ ഉണ്ടാക്കിയിട്ട് പൈസക്ക് മേടിക്കാനേ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മൾ മിക്സിയിൽ കടയിൽ നിന്ന് വാങ്ങണേക്കാട്ടി നമ്മൾ നല്ല അടിപൊളി എന്താ പറയുക, ചെറിയ കുഞ്ഞ് ഇഡ്ഡലി ചട്ടിയിൽ ഉണ്ടാക്കിയതുകൊണ്ടാണ് കുഞ്ഞിട്ടോ. നല്ല ചട്നി ചമ്മന്തിയിലൊക്കെ നോക്കിയിട്ട് വേറെ ലെവലാട്ടോ, വേറെ ഒന്നും പറയാനില്ല. അതും ചായ പണിയൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ പിടിക്കുമ്പോൾ നല്ലൊരു ആശ്വാസമാണ് അല്ലേ. എത്ര പേർക്ക് അങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ട് ഒന്ന് കമൻറ്റ് ഇടണം കേട്ടോ. ആ ഒരു പണിയൊക്കെ കഴിഞ്ഞ് കുളിച്ച് റിലാക്സായിട്ട് കഴിക്കുമ്പോൾ ഒരിതുണ്ടല്ലോ, അടിപൊളിയാട്ടോ, പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അത് കഴിച്ച് തന്നെ അനുഭവിക്കണം. അപ്പോൾ നമുക്കും കുറച്ച് എന്താ പറയുക, നേരത്തെ അടിച്ച് കഴിഞ്ഞാൽ എല്ലാം കഴിഞ്ഞാൽ നമുക്കും ഇതുപോലെയൊക്കെ ആസ്വദിക്കാം കേട്ടോ. അപ്പോൾ എന്തായാലും ഞാൻ ചുട്ടുകൊണ്ട് പറയില്ല, നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ആണോ? അപ്പോൾ നിങ്ങളിതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കും. നല്ല ചട്നിയും വീട്ടിലേക്ക് ഉണ്ടാക്കിയിട്ട് ചമ്മന്തിയിലൊക്കെ മുക്കി ഒരു കപ്പ് ചായയും അടിച്ച് നോക്കണം. വേറെ ലെവലാ മക്കളെ, പറഞ്ഞാലൊന്നും അത് പറ്റില്ല. ഇനി കളിയാക്കി കമൻറ്റൊന്നും ആരും ഇടണ്ട കേട്ടോ. പാലക്കാട് നാടൻ ഫുഡ് തന്നെയാണ്. ദോശ ഇഡ്ഡലി അതിൽ കവിഞ്ഞ് വേറെ ഒന്നും വരില്ല. പിന്നെ എനിക്ക് എന്ത് നാഷ്ട കഴിക്കണമെങ്കിൽ ചായ ഒപ്പം വേണം കേട്ടോ. ചായ ഒപ്പമില്ലാണ്ട് പറ്റില്ല. ചായയാണ് നമ്മുടെ പ്രധാനം. ഒന്നും പറയല്ല കേട്ടോ, വേറെ ലെവലാണ്. നമ്മളോടായിട്ട് വരിക നമുക്കൊക്കെ. അപ്പോൾ ഇനി കുട്ടികളിനൊക്കെ ഫാത്തിമക്കുട്ടിക്ക് കൊടുത്തു. ഇനി അവരൊക്കെ എണിച്ചിട്ടില്ല കേട്ടോ. അവരൊക്കെ ഇനി ഉണർത്തി. റോഡ് ഇവിടെ അടുത്തായതുകൊണ്ടേ ഭയങ്കര ഒച്ചയാണ് വണ്ടിൻ്റെ. അപ്പോൾ ഞാൻ ഉപ്പുണ്ടാവില്ല എന്ന് വിചാരിച്ചു കേട്ടോ. പക്ഷെ ഉപ്പ് കറക്റ്റ് കേട്ടോ. റിയാസ്ക്കൊക്കെ കൊടുത്തപ്പോൾ റിയാസ്ക്കല്ലേ ഉപ്പിട്ട് തോന്നുന്നു. ഒന്നും പറയാനില്ല മക്കളെ. വേണോ? അപ്പോൾ ഞാനോ ചോദിച്ചിട്ടുണ്ടായിരുന്നു വലത് കൈ കൊണ്ടാണോ ഇടത് കൈ കൊണ്ടോ കഴിക്കണമെന്ന്. അപ്പം വലത് കൈ കൊണ്ട് തന്നെ കേട്ടോ കഴിക്കണത്. പക്ഷെ ക്യാമറയിൽ കാണുമ്പോൾ ഇടത് കൈ പോലെ തോന്നും. അപ്പോൾ ഇതെൻ്റെ വലത് കൈയാണ് കേട്ടോ. വലത് കൈ കൊണ്ടാണ് ഞാൻ കഴിക്കുന്നത്. വലത് കൈ കൊണ്ടാണ് കേട്ടോ കഴിക്കുന്നത്. ഇടത് കൈ കൊണ്ട് നമ്മൾ വീഡിയോയിൽ കാണുമ്പോൾ അങ്ങനെ തോന്നുകയാണ്. വലത് കൈ കൊണ്ടാണ് കഴിക്കുന്നത്. അപ്പോൾ മക്കളെ, രാവിലത്തെ വിശേഷം എന്ന് പറയാൻ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ എൻ്റെ വിശേഷങ്ങൾ. അപ്പോൾ ഇത് ഫുള്ളായിട്ടൊന്ന് തട്ടട്ടെ കേട്ടോ. നിങ്ങളും പോയി തട്ടി. നിങ്ങളോട് കഥ പറഞ്ഞിരുന്ന തട്ടൽ നടക്കൂല. ആകെ 4 ഇഡ്ഡലി കഴിക്കുള്ളൂ രാവിലെ. ഈ ഉച്ച വരെ തന്നെ കേട്ടോ. പിന്നെ ഉച്ചക്ക് ലേശം ചോറ്, ഗുളികയൊക്കെ കഴിക്കണതുകൊണ്ടേ നമുക്ക് അരി ഭക്ഷണം അധികം കഴിക്കാൻ പറ്റില്ല. അപ്പോൾ രാവിലെ ഒരു 3 ഇഡ്ഡലി 2 ഇഡ്ഡലി, ദോശയാണെങ്കിൽ ഒരു 2 3 അത്രേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമ്മൾക്ക് ഗുളികയൊക്കെ കഴിക്കണമല്ലോ. കറക്റ്റ് സമയത്ത് നമ്മൾ ഈ ഷുഗറിനെ നിയന്ത്രിച്ച് കൊണ്ടുപോയിട്ടില്ലെങ്കിലും ബുദ്ധിമുട്ടാണ് നമുക്ക് പണി കിട്ടും. എന്തായാലും ഇത് ഫിനിഷ് ചെയ്യട്ടാം. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഇത്രയുള്ളൂ. ഇത് എന്തായാലും ഫ്രിഡ്ജ് എനിക്ക്
കുട്ടികൾക്കാട്ടോ ഒരുപാട് സന്തോഷം കിട്ടിയപ്പോൾ ഭയങ്കര സന്തോഷം. നമുക്ക് വീട്ടിലും ഇല്ലാത്തൊരു സാധനം വരുമ്പോൾ ഒരു സന്തോഷമല്ലേ, നമ്മളെ കൊണ്ട് അത് വാങ്ങാൻ പറ്റില്ല, അപ്പോൾ കിട്ടുമ്പോൾ ഭയങ്കര സന്തോഷമല്ലേ. എന്തായാലും നമുക്ക് തരാൻ തോന്നി, എന്തുകൊണ്ട് തന്നെന്ന് അറിയില്ല. എന്തായാലും കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ. തണുത്തോളം കുടിക്കും, നോമ്പിലൊക്കെ കിട്ടുകയാണെങ്കിൽ നല്ല അടിപൊളിയായിരുന്നു അല്ലേ റിഞ്ച് പറഞ്ഞോ. എന്തായാലും ഇനി ഇൻഷാല്ലാ പ്രാവശ്യം വരുന്ന നോമ്പിന് നമുക്ക് തണുത്തോളം കുടിക്കാമല്ലോ നോമ്പ് തുറക്കുമ്പോൾ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ, വൈൻഡപ്പ് ചെയ്യാം കേട്ടോ. ചായ കുടിച്ചിട്ട് ടേസ്റ്റിൻ്റെ കാര്യത്തിൽ ഒരു വേറെ ലെവലാട്ടോ, നിങ്ങളൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.